മുൻ മന്ത്രി ഇ.കെ. ഇമ്പിച്ചിഭാവയുടെ മകൻ ഇ.കെ. ഖലീലിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ മന്ത്രിയും CPM നേതാവുമായിരുന്ന ഇ.കെ. ഇമ്പിച്ചിഭാവയുടെ മകൻ ഇ.കെ. ഖലീലിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. CPM പൊന്നാനി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇ.കെ. സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ P.K. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. T.M. സിദ്ദീഖ്, C.P. മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് ഇ. സിന്ധു, K.M. മുഹമ്മദ് കാസിംകോയ, K.K. ബാബു, അബ്ദുൽ ലത്തീഫ്, കുഞ്ഞുമുഹമ്മദ് കടവനാട്, P. ഇന്ദിര, അഡ്വക്കേറ്റ് M.K. സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ശിവദാസ് ആറ്റുപുറം സ്വാഗതവും അഡ്വക്കേറ്റ് A. ഷിനോജ് നന്ദിയും പറഞ്ഞു. ഏത് സാഹചര്യത്തിനും ഒരു പരിഹാരമായി നാം ഓടിയെത്തുന്ന കേന്ദ്രമായിരുന്നു ലാൽഭവൻ. അവിടെ സാങ്കേതികതയുടെ നൂലാമാലകൾ ഉണ്ടായിരുന്നില്ല. അവിടെ പ്രായോഗികതയുടെ പരിഹാരമാണ് ഏറെക്കുറെ കൂടുതലും നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അത് ഈ നാടിൻ്റെ ശരിക്കും നന്മക്കും വേണ്ടിയായിരുന്നു എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ലാൽഭവനിൽ നിന്ന് സഖാവ് ഇ.കെയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ. അങ്ങനെ നമ്മൾ ഓടിച്ചെല്ലുമ്പോഴെല്ലാം പലതരം തണലായി വിരിയപ്പെടുന്നുണ്ട്. ടീച്ചർ ഒരു ഭാഗത്ത് നിന്ന്, ഖലീൽക്ക ഒരു ഭാഗത്തുണ്ടാകും. അങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മുടെ പ്രവർത്തനത്തെ പലതരത്തിൽ സഹായിക്കാനും പരിസര സപ്പോർട്ടുണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഘട്ടങ്ങൾ ആ കാലത്ത് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലാൽഭവനിൽ നിന്ന് അനുഭവിച്ചു പോകുന്നതാണ്. പൊന്നാനിയിലെ കാർഷിക വികസന ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായി, കേരള പ്രവാസി സംഘത്തിൻ്റെ ഏരിയ നേതാവായി, വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാവായി, അതോടൊപ്പം തന്നെ പൊന്നാനി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ അംഗമായിട്ടുമൊക്കെ പ്രവർത്തിച്ചിരുന്ന സഖാവാണ് സഖാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആരുമായും നല്ല നർമ്മബോധത്താൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരിക്കലും പറയാതെ അവസാന ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗാതുരനായി കഴിയുന്ന ഘട്ടത്തിൽ എനിക്ക് രോഗമുണ്ട് എന്ന് ഒരിക്കൽ പോലും സമ്മതിക്കാൻ തയ്യാറില്ലാത്ത നല്ല മനോധൈര്യത്തോടു കൂടി പാർട്ടിയുടെ എല്ലാ രംഗത്തും സജീവമായി നിറഞ്ഞിരുന്ന ആ സഖാവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.